കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുഭാഷിതൻ്റെ പുസ്തകം 8 അധ്യായം 17 മുതൽ 21 വരെയുള്ള വചനം. ആ വചനം ഇപ്രകാരമാണ്: എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, യാഗരൂകതയോട് അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ പോലും ശ്രേഷ്ഠമത്രേ. എൻ്റെ ഉൽപ്പന്നവും വിശിഷ്ടമായ വെള്ളിയേക്കാളും. ഞാൻ നീതിയുടെ മാർഗത്തിലെ ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കിയവരെ ഭണ്ഡാരം നിറയ്ക്കുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്താൽ നിങ്ങളെ എല്ലാവരെയും കർത്താവ് ശുദ്ധീകരിക്കട്ടെ. കടങ്ങളും പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഉള്ള എല്ലാവർക്കും വേണ്ടി ഈ വചനം സമർപ്പിക്കുന്നു. ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഈ വചനത്തോടൊപ്പം ജീവിക്കുകയും ചെയ്യണമേ. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധിയായി അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കും. രോഗികളായിരിക്കുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. സ്വന്തമായി ഭൂമി ഭവനവും ഇല്ലാത്ത മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. പിതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. പിതാവേ, കടബാധിതയാൽ വേദനിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന അപ്പച്ച, എല്ലാവരെയും പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.